നൂറനാടിന്റെ കലാ സാഹിത്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയായ സബരിയുടെ ഔപചാരികമായ ഉദ്ഘാടനം കവിയും ഗാനരചയിതാവുമായ രാജീവ് ആലുങ്കൽ നിർവഹിച്ചു. ജീവിതം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. വളരെ ചെറുത് എന്ന് പറയാൻ അറിയുമ്പോൾ തീരുന്ന അനുഭവ കഥയുടെ നിറവാർന്ന പേരാണ് ജീവിതം എന്നൊരു ആകാശവാണിയുടെ ഗാനമുണ്ട്. അറിയുമ്പോൾ തീർന്നു പോകും ഈ ജീവിതം. ഇതിനെക്കുറിച്ച് ഇല്ലാത്ത ബോധമൊക്കെ വന്നു കഴിയുമ്പോൾ മുന്നിൽ നോക്കുമ്പോൾ ഒരു 50 വയസ്സൊക്കെ ആവും. അച്ഛനെ വളരെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കണം എന്നൊരു തോന്നലുണ്ടാവും നമുക്ക്. ഞാൻ എഴുതിയൊരു സിനിമാ പാട്ട് ഈ കഴിഞ്ഞ വർഷം യേശുദാസിന് അമേരിക്കയിലേക്ക് അയച്ചു കൊടുത്തു. അദ്ദേഹം പാടിയ പാട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദാസാറിന് ഇത് ഓർമ്മയുണ്ടാവില്ല. കാര്യം ദാസാർ ഇത് കോടിക്കണക്കിന് പാട്ട് പാടിയ ആൾ നമ്മുടെയൊക്കെ ഒരു പാട്ട് ഓർക്കുന്നുണ്ടാവുമെന്ന് സംശയമാണ്. ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ ആ മരത്തണലിലുറങ്ങാൻ. ഇത് എല്ലാവർക്കും കേരളത്തിൽ അറിയാമെന്ന് ഞാൻ എൻ്റെ ഒരു വല്ലാത്ത എന്താ പറയുക, എൻ്റെ കുഞ്ഞല്ലേ. ചടങ്ങിൽ സബരിയ സെക്രട്ടറി സുരേഷ് ഗംഗാധർ സ്വാഗതം ആശംസിച്ചു. പ്രസിഡന്റ് ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. MS അരുൺകുമാർ MLA, വിശ്വൻ പടനിലം, നൂറനാട് അജയൻ, ജോയിന്റ് സെക്രട്ടറി രേഖ S താങ്കൾ, രമേശ്, VP സോണി, മനോജ് VP, സ്വരാജ്, പടനിലം ക്ഷേത്രഭരണ സമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് പടനിലം സ്റ്റേഡിയത്തിൽ നാടക ചലച്ചിത്ര നടൻ പ്രമോദ് വെളിയനാട് അഭിനയിക്കുന്ന ബ്രഹ്മാണ്ഡ നാടകമായ മാടൻ മോക്ഷം അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്റെ കാലെ കെട്ടി വീണെടുത്ത് ഭക്തി രാവിലെ പോയിട്ട് വന്നപ്പോ എന്റെ തന്തയ്ക്ക് തിരുപ്പിടിക്ക് പിടിച്ചിട്ടാണ് നീ പശുവിന് ജനപിടിപ്പിച്ച് കൊടുക്കാന്ന് പറഞ്ഞു. ആരുടെങ്കിലും കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് ചാരായ മൂഞ്ചിയായിരുന്നു. പശുവിനെ ജനപിടിപ്പിക്കാൻ ഞാൻ കാശ് മേടിച്ച് ചാരായ മൂഞ്ചി. ഞാൻ ഒരു മനുഷ്യനോട് മേടിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ല ഈ നാട്ടിലുള്ള ഒരു മനുഷ്യന് പറയുക ഇല്ലെന്ന്. പേടിച്ച ആൾക്കാർ ചീത്ത ഇല്ലെന്ന് എന്റെ പെറ്റ നല്ലയാർത്തി ഒരു മനുഷ്യൻ എന്നാ നേരക്കാണ് ഓർക്കുന്നത്. ആരും